ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ഓർത്തഡോക്സ് മലങ്കര സുറിയാനി സഭയുടെ ഏറ്റവും സീനിയറായ അഭിവന്ദ്യ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയാണ്. ഏറ്റവും വിനയത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മോഡൽ ഭദ്രാസനം, മോഡൽ ഡയസിസ് എന്നാണ് പലപ്പോഴും ചെങ്ങന്നൂർ ഡയസിസിനെ അറിയപ്പെടുന്നത്. അഭിവന്ദ്യ തിരുമേനിയുടെ ഈ ശുശ്രൂഷയിലേക്കുള്ള കാൽവെപ്പ്, തിരുമേനിയുടെ ബാല്യം, കുടുംബം, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ ഉൾപ്പെടുന്ന കുടുംബം എന്ന് പറയുന്നത് മാവേലിക്കര തായ്വേരുള്ള വടക്കേത്തലയ്ക്കൽ മഹാകുടുംബമാണ്. അവിടുന്ന് ഞങ്ങളിങ്ങ് കിഴക്കോട്ട് പോകുന്നു, കിഴക്കേത്തലയ്ക്കലായി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിലെ 5ാമത്തെ മിത്രാനാണ് ഞാൻ. എനിക്ക് 1.5 വയസ്സായ സമയം മുതൽ എൻ്റെ അപ്പൻ തിരുവനന്തപുരത്ത് ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യായിരുന്നു. എൻ്റെ അനുജനെ എൻ്റെ അമ്മ ഗർഭത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്നു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് നേരെ ഇങ്ങനെ മുത്തങ്ങാലോട്ട് പോന്നു. പിന്നെ ഞാൻ എൻ്റെ വല്യപ്പനെയും വല്യമ്മച്ചനും കൂടെ താമസിച്ചത്. എന്നെ കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ വല്യപ്പച്ചനും കൂടെയുള്ള താമസമാണ്. 3 വയസ്സായ സമയം മുതൽ സന്ധ്യാനമസ്കാരത്തിന് വല്യപ്പച്ചൻ പള്ളിയിൽ പോകുന്ന സമയത്ത് എന്നെ കൂടെ കൊണ്ടുപോകും. ഒരു കയ്യിലൊരു വടി, മറ്റേ കൈയുടെ ചെറുവിരൽ എനിക്ക് തരും. ഞാനതേ പിടിച്ച് വല്യപ്പനും കൊച്ചുകൊണ്ട് നടന്നു പോകുന്നത് പുത്തങ്കാവിലെ മുതിർന്ന തലമുറ പലരും കണ്ടിട്ടുണ്ട്. ഞാൻ വൈദികനായി പുത്തൻ കുർബാന പുത്തങ്കാവ് പള്ളിയിൽ ചൊല്ലിയിട്ട് ഇറങ്ങി വന്നപ്പോൾ പലരും പറഞ്ഞു, ഈ പ്രയാണം ആരംഭിച്ചത് വല്യച്ഛൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ വല്യപ്പച്ചൻ്റെ കൂടെയുള്ള താമസമാണ് എന്നെ ഈ കാര്യത്തിന് ഒരുക്കിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വളരെ കൂടുതലായിട്ടുണ്ട്. അങ്ങയുടെ സ്കൂൾ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ബിരുദ വിദ്യാഭ്യാസം? അതെ, 4ാം ക്ലാസ് വരെ പുത്തങ്കാവിൽ ഗവൺമെൻറ് LP സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദർ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. ഞാൻ പഠിച്ചത് ആലപ്പുഴ കത്തോലിക്കയുടെ ലിയോ 13th ഹൈസ്കൂളിലാണ്. അത് 2nd ഫോറം വരെ പഠിച്ചു. ആ അവസരത്തിൽ അപ്പച്ചനെ വീണ്ടും കൊല്ലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഞങ്ങളെ തിരിച്ചുകൂടെ കൊണ്ടുവന്നു. ഈ പറഞ്ഞ ഫീലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂളിൽ, അതിപ്പോഴാ പേര് കിട്ടിയത്. മറ്റേത് UP സ്കൂളെന്ന് ഞാൻ പേരുണ്ടായിരുന്നു, പുത്തങ്കാവ്. ഞാനവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പുത്തങ്കാവ് മെട്രോപൊളിറ്റൻ ഹൈസ്കൂൾ, എൻ്റെ അങ്കിൾ പുത്തങ്കാവിലെ തിരുമേനി തുടങ്ങിയ സ്കൂളാണ്. 4th ഫോമിൽ ഞാൻ അവിടെ പഠിച്ചു. വീണ്ടും എൻ്റെ ഫാദറിനെ കൊല്ലത്ത് നിന്ന് കോട്ടയത്തിന് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഞങ്ങൾ കോട്ടയത്തിന് താമസം മാറ്റി. കോട്ടയം മാർത്തോമാ സെമിനാരിലാണ് 5th ഫോമും 6th ഫോമും ഞാൻ പഠിച്ചത്. മാർത്തോമാ സെമിനാരിൽ. കാര്യം ദാറ്റ് വാസ് ദ ബെസ്റ്റ് സ്കൂൾ അറ്റ് ദാറ്റ് ടൈം ഇൻ കോട്ടയം. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചാണ് 10ാം ക്ലാസ് പാസ്സായത്. അത് കഴിഞ്ഞിട്ട് സീമൻസ് കോളേജിൽ ഇൻ്റർമീഡിയറ്റ്, SP കോളേജിൽ BSc, അത് കഴിഞ്ഞിട്ട് സെറാംപൂർ കോളേജിൽ BD, അത് കഴിഞ്ഞ് NSS ട്രെയിനിങ് കോളേജ് ചങ്ങനാശ്ശേരിയിൽ B.Ed. അതിൻ്റെ ഇടയ്ക്കുള്ള 1 വർഷം പുത്തങ്കാവ് സ്കൂളിൽ ഞാൻ അധ്യാപകനായിട്ടും സെറാംപൂരിലെ പഠിത്തം കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ പുത്തങ്കാവ് സ്കൂൾ 1 വർഷം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് B.Ed അഡ്മിഷൻ കിട്ടി ഗവൺമെൻറ് കോട്ടയിൽ. അത് കഴിഞ്ഞ് അത് ദാനിയൽ മാർ ഫിലോസഫിയാണ് എന്നെ പ്രേരിപ്പിച്ചത്. എനിക്ക് വളരെ ലേറ്റായിട്ട് അഡ്മിഷൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ എനിക്ക് പോകാൻ വലിയ താല്പര്യം പറഞ്ഞു, കേട്ടോ ഇനി 8 മാസം കൊണ്ട് പഠിച്ചാൽ ഒരു ഡിഗ്രി കിട്ടുന്നതിന്. അപ്പോൾ ഞാനും B.Ed കാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ചേർന്നു. നല്ല മാർക്കോടുകൂടി ഞാൻ NSS ട്രെയിനിങ് കോളേജിൽ നിന്ന് പാസ്സായി. ആ കെയർ ഓഫിലാണ് എനിക്ക് UGCയുടെ സ്കോളർഷിപ്പ് ബറോഡയിൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ബറോഡയിൽ ചെല്ലുന്നത്. അതൊരു ദൈവ നിയോഗമായിട്ടാണ് ഞാൻ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. തിരുമേനി ആയതിനു ശേഷം അഭിവന്ദ്യ തിരുമേനിയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തെക്കുറിച്ച്, അതിലുപരി ഓർത്തഡോക്സ് മഹാസഭയുടെ വീക്ഷണത്തെക്കുറിച്ച് അഭിവന്ദ്യ തിരുമേനിയുടെ ദർശനങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. ദൈവം സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ മുൻപിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എന്ത് പ്രവർത്തനം ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നാലും അത് മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് ചെയ്യാറുള്ളത്. അത് മെത്രാപ്പോലീത്തായതിന് ശേഷം മാത്രമല്ല, അതിന് മുമ്പ് വികാരിയായി പ്രവർത്തിക്കുന്ന അവസരത്തിലും ഞാൻ അത് മനസ്സിൽ കൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ്.
1966 UGCയുടെ സ്കോളർഷിപ്പോടുകൂടി ബറോഡ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് വേണ്ടി ഞാൻ കടന്നിരുന്ന അവസരത്തിൽ ഗുജറാത്ത് സംസ്ഥാനത്ത് മുഴുവനായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് 4 സ്ഥലങ്ങളിൽ മാസം ഓരോ കുർബാനയും ഉണ്ടായിരുന്നുള്ളൂ. ഈ 4 ഇടവകൾ കഴിഞ്ഞ് ഇന്ന് ഗുജറാത്തിൽ കാണുന്ന എല്ലാ ഇടവകളും ഞാൻ തന്നെ ഓടി നടന്ന് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒരു സ്ഥലത്ത് നിന്നും ശമ്പളം പറ്റിയിട്ടില്ല. തിരിച്ചു വരാനുള്ള റിട്ടേൺ ടിക്കറ്റ് ലക്ഷറി ബസ്സിൽ ബുക്ക് ചെയ്തവരുത്തേരും അത് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രദേശം ഇപ്പോൾ വളർന്ന് ഒരു ഭദ്രാസനമായിട്ട് തന്നെ രൂപാന്തരപ്പെട്ടു എന്നുള്ളതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിൽ കൂടുതൽ പള്ളികൾ, അതുപോലെ തന്നെ രാജസ്ഥാനിലെ ഉദയ്പൂർ, ബൻസ്വാഡ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയും ഇടവ് പോയി സ്ഥാപിച്ചത് ഞാൻ തന്നെയാണ്. വളരെയധികം കഷ്ടപ്പെട്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു കരുതൽ എനിക്ക് കൂടുതലുണ്ട്. ഒരുപക്ഷെ സ്കൂളിൻ്റെ ചുമതലയുമായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങളൊക്കെ ഭാവിയിൽ ആരായിത്തീരും എന്നുള്ള ഒരു ചിന്ത. അതുമാത്രമല്ല, ഞാൻ ഈ ബറോഡയിൽ പഠിക്കാൻ ചെന്ന അവസരത്തിലാണ് ഈ കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ പരിവർത്തനങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് വന്നത്. ഞാൻ ഉടനെ തന്നെ അത് വാങ്ങിച്ച് പഠിച്ചു. അതിനകത്ത് ഒരു വാചകം എന്നെ വളരെയധികം ആകർഷിച്ചു. വാചകം ഇതാണ്: ദ ഡെസ്റ്റിനി ഓഫ് അവർ നേഷൻ ഈസ് ഷേപ്ഡ് ഇൻ ദ ക്ലാസ് റൂംസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഒരു ആധ്യാത്മിക നേതാവാണ് എങ്കിൽ തന്നെയും വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കാറുണ്ട്. ഞാൻ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടത്തുന്നുണ്ട്. ഇന്ന് ഗുജറാത്തിൽ എനിക്ക് 5 സ്കൂളുകൾ എൻ്റെ ചുമതലയിലുണ്ട്. ഒരു CBSE സ്കൂളും ബാക്കി 4 ഗുജറാത്ത് ബോർഡിൻ്റെ സ്കൂളുകളാണ്. ഏറ്റവും നല്ല റിസൾട്ട് ലഭിക്കുന്ന സ്കൂളുകളാണ്. അഭിവന്ദ്യ തിരുമേനിയുടെ നൂതനമായ ആശയങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പാഠ്യപദ്ധതി കാര്യങ്ങളിൽ എഡ്യൂക്കേഷൻ, ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നാണ് അഭിവന്ദ്യ തിരുമേനിയുടെ വിളിപ്പേര് പോലും. പ്രത്യേകിച്ച് വെസ്റ്റേൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയ ഒരു ബിഷപ്പ് എന്ന നിലയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അഭിവന്ദ്യ തിരുമേനി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 1969 ബറോഡ ഇടവകയ്ക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് സ്കൂൾ തുടങ്ങിയത്. അതിൻ്റെ പേരാണ് ബേസിൽ സ്കൂൾ. ഗുജറാത്ത് സംസ്ഥാനത്ത് ഒരു മലയാളി ആദ്യം തുടങ്ങുന്ന സ്കൂള് ബറോഡയിൽ ഞാൻ ആരംഭിച്ച ബേസിൽ സ്കൂളാണ്. ആ അവസരത്തിൽ ഗുജറാത്ത് കേരളത്തെക്കാട്ടിലേണ്ട് 30-40 പുറയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗുജറാത്ത് കേരളത്തിന് മുമ്പിലാണെന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഞാനിപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹത്തോട് കൂടുതൽ ബഹുമാനം ഉള്ളിൽ തോന്നാനുള്ള കാരണം വിദ്യാഭ്യാസ മേഖലയിൽ അവിടെ അദ്ദേഹം തുടങ്ങി വെച്ച ചില പദ്ധതികളാണ്. ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പം ഒന്ന്, ഓരോ വർഷവും ബോർഡ് എക്സാമിനേഷൻ വിടുന്ന വിദ്യാർത്ഥികളിൽ പെൺകുട്ടികൾ മുഴുവൻ ഒരു സ്കൂളിൽ നിന്ന് പോകുന്നവർ പാസ്സായാൽ ആ സ്കൂളിനൊരു ധനസഹായം കഴിയുന്ന ഒരു പദ്ധതി ഗവൺമെൻറ് ഓഫ് ഗുജറാത്തിനുണ്ട്. അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ വേറെ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ തന്നെയും അദ്ദേഹം തുടങ്ങിയ ഒരു കാര്യമാണ്. അദ്ദേഹം വിദേശത്ത് നിന്ന് നോൺ റെസിഡൻറ്റ് ഗുജറാത്തീസ് NRG അവരെ വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, യു കം ആൻഡ് ഇൻവെസ്റ്റ് മണി ഇൻ ഗുജറാത്ത്, ഐ വിൽ ഗിവ് യു ലാൻഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി. ഈ ആശയം തന്നെയാണ് 2 വർഷം മുമ്പ് ഓഗസ്റ്റ് 15 ഡൽഹിയിൽ അദ്ദേഹം പ്രസംഗിച്ചത്, മെയ്ക്ക് ഇൻ ഇന്ത്യ. ഇത് തന്നെയാണ് എൻ്റെ ആശയം എന്ന് പറയുന്നത്. ആ അവസരത്തിൽ ഗുജറാത്തികൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, ഗുജറാത്തിനുള്ള വലിയൊരു ശാപം എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾക്ക് നല്ലവണ്ണം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹം ഒരു നിമിഷം ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു, യു ഗീവ് മീ 2 years ടൈം. പിന്നെ അദ്ദേഹം നേരെ പോയത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോട്ടാണ്. ആ യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ഉണ്ടായി ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു സ്കീം തയ്യാറാക്കി. ആ പ്രോജക്റ്റിൻ്റെ പേരാണ് സ്കോപ്പ്, സൊസൈറ്റി ഫോർ ദ ക്രിയേഷൻ ഓഫ് ജോബ്സ് ത്രൂ പ്രൊഫഷൻസ് ഇൻ ഇംഗ്ലീഷ്.
അങ്ങനൊരു പദ്ധതി അവിടെ ആവിഷ്കരിച്ചു. അവർ 12,000 രൂപ ഇതിന് ചാർജ് ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും ഇദ്ദേഹം പറഞ്ഞു ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം മുഴുവൻ ഇതിനെ ആശ്രയിച്ചാണെന്ന് പറഞ്ഞ് 1,200 രൂപയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് 30 വിദ്യാർത്ഥികൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു സെൻറ്ററാണ്. എൻ്റെ ഈ 5 സ്കൂളുകളിൽ ഒന്ന് ഒരു ഗുജറാത്തി മീഡിയം സ്കൂളാണ്. അവിടെ 28 അധ്യാപകരുണ്ട്. ഞാനുടനെ അവരോട് പറഞ്ഞു എവിടെ നിന്നെങ്കിലും 2 പേരെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ് എൻ്റെ ഗുജറാത്തി മീഡിയം സ്കൂൾ സെൻറ്റ് പോൾസ് ഗുജറാത്തി മീഡിയം സ്കൂൾ വാസ് എ സെൻറ്റർ. അവിടെ ആ ക്ലാസ് നടത്തി എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ അതിൻ്റെ ഒരു പുസ്തകം ഒരു 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 സ്റ്റഡി മെറ്റീരിയൽ വാങ്ങിച്ച് ഞങ്ങളുടെ സെമിനാറിലെ ലാംഗ്വേജ് ലബോറട്ടറിയിലും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു CD ഉണ്ട്, ബ്രിട്ടീഷ് ആക്സൻ്റുള്ള ഒരു CD. ഈ പരീക്ഷ പാസ്സാകുന്നവർക്ക് ഗുജറാത്ത് ഗവൺമെൻറ്റിലായിരുന്നാലും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റേജ് ഉണ്ട്. അത് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കാര്യമാണ്. പലരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം തന്നെയാണ് ഇംഗ്ലീഷിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതി തുടങ്ങി വെച്ചത്. അപ്പോൾ എന്ത് തിരുമേനിയുടെ യാത്രയിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഇന്ത്യയിലെ യാത്രകളിൽ തിരുമേനി മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുർബാനപ്പെട്ടിയുമായി യാത്ര ചെയ്തു എന്ന് പറഞ്ഞുവല്ലോ. കുർബാനപ്പെട്ടിയുമായി യാത്ര ചെയ്തിടമൊക്കെ സഭയ്ക്ക് എന്നും നിലനിൽപ്പ് ഉണ്ടാകുന്ന ആസ്തികൾ അല്ലെങ്കിൽ സഭയുടെ അസ്തിത്വം പിടിച്ചു നിർത്തുന്ന ആസ്തികൾ ഉണ്ടാക്കി ആണ് തിരുമേനി മടങ്ങുന്നത്. തിരുമേനിയുടെ ആ ദർശനം, പ്രത്യേകിച്ച് സഭയുടെ മിഷനുമായി ബന്ധപ്പെട്ട് തിരുമേനി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 66-ൽ ഞാൻ ചെല്ലുമ്പോൾ ഗുജറാത്ത് സംസ്ഥാനം മുഴുവനായിട്ട് 4 സ്ഥലങ്ങളിൽ മാസം ഓരോ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. 70-ൽ ഞാൻ വൈദികനായതിനു ശേഷമാണ് ബാക്കിയുള്ള ഇടവുകളൊക്കെ ചെയ്യുന്നത്. ഓരോ ഇടവുകൾ സ്ഥാപിക്കുന്ന അവസരം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് എന്നും ഓർക്കത്തക്കവണ്ണമുണ്ട്. രാജ്കോട്ട് കുർബാന ചൊല്ലുന്നതിനായിട്ട് ക്രമീകരിച്ച് ഞാനിവിടെ ചെന്നിറങ്ങി. CNI പള്ളിയിൽ കുർബാന ചൊല്ലാനായിട്ടാണ് അവിടുത്തെ ആളുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നെങ്കിലും ഞാൻ ചെന്നിറങ്ങി കഴിയുമ്പോഴാണ് അറിയുന്നത് പിറ്റേ ദിവസം പള്ളി കിട്ടത്തില്ലെന്ന്. എന്നെ സ്വീകരിക്കാനായിട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന ആളുകൾ വളരെ വിഷമിച്ച് പറഞ്ഞു ഇനി പള്ളി കിട്ടത്തില്ല, അല്ലച്ചാ പള്ളി കിട്ടത്തില്ല. ഞാൻ ചോദിച്ചു ഇവിടുത്തെ കത്തോലിക്ക പള്ളി എവിടെയാണ്? നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു സ്പാനിഷ് അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ജെയിംസ് ട്രാവേസ. അദ്ദേഹം യൂത്ത് ലീഗുകാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ശനിയാഴ്ച സന്ധ്യയ്ക്ക് അവിടെ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുർബാനയ്ക്കുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട്. തക്സായുണ്ട്, തബലയത്തായുണ്ട്, വിരിക്കൂട്ടുണ്ട്, ധൂപക്കുറ്റിയുണ്ട്, മെഴുതിരിക്കാനുണ്ട്, കുരിശുണ്ട്, എല്ലാം ഉണ്ട് പെട്ടിയിൽ. അദ്ദേഹം അവിടെ ഞാൻ താമസിക്കാൻ ചെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മൂളിക്കൊണ്ട് അരപ്പനോട് മൂളിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ല ഐ ആം ഗോയിങ് ടു സ്റ്റേ വിത്ത് ദം. അതിന് ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ പോപ്പിനോട് വരെ 2013 ഭാവാതിരുമേനിയെ കണ്ടപ്പോൾ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥനയിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ദിസ് ഈസ് യുവർ ചർച്ച്. വെനെവർ യു വാണ്ട് ടു സേ ദ മാസ് യു ക്യാൻ യൂസ് അവർ ചർച്ച്. Our morning service will be over by 8 o'clock in the morning. Then we have only an evening service. After 8 o'clock you can use our church. ഞങ്ങൾ രാജ്കോട്ട് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് പള്ളിക്കൂടം പണിഞ്ഞ് അതിൻ്റെ ഒരു ഭാഗം ചാപ്പലാക്കി തീർന്നു വരെ ഈ പള്ളിയിലാണ് ഞങ്ങൾ ആരാധന നടത്തിയത്. അത് ഞാൻ ഇപ്പോഴത്തെ പോപ്പിനോട് വരെ നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ്. തിരുമേനിയുടെ മിഷൻ സ്ട്രാറ്റജികൾ വെസ്റ്റേൺ ഇന്ത്യയിൽ ഫോക്കസ്ഡ് ആയിരുന്നത്, പ്രത്യേകിച്ച് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അവിടുത്തെ ഒരു 40-30 വർഷങ്ങൾക്ക് മുമ്പുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളും തിരുമേനി എങ്ങനെ വിലയിരുത്തുന്നു? ഈ സുവിശേഷപരമായ കാര്യങ്ങളിലോ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലോ പ്രവർത്തിക്കുന്നതിന് എനിക്കൊരു പ്രയാസവും ആരംഭം മുതൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഐ ആം വെൽ അക്സെപ്റ്റഡ് ഇൻ ഗുജറാത്ത്. എനിക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് BJP ആണ് ഭരിക്കുന്നത്. ആര് ഭരിച്ചു കഴിഞ്ഞിരുന്നാലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു ലോക്കൽ ആളുകളുടെ ഒരു പ്രതിഷേധമോ എന്തെങ്കിലും ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഐ ഡു എവറിത്തിങ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്.
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ജനങ്ങൾക്ക് എന്നോട് വലിയൊരു ബഹുമാനം. ഞാൻ കൈപിടിച്ച് വളർത്തിയിട്ടുള്ള അനേകം വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അനേകം ആളുകളെ ഞാൻ കൈപിടിച്ച് വളർത്തിയിട്ടുണ്ട്. അതൊക്കെ ആ നന്ദി അവർക്കുണ്ട്. തിരുമേനി, അതുപോലെ ഓർത്തഡോക്സ് സഭയ്ക്ക് സാധാരണ മറ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളെപ്പോലെ ഒരു മിഷൻ സ്ട്രാറ്റജി ഓർത്തഡോക്സ് സഭയ്ക്ക് വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനത്തിലും അതിലൂടെ പ്രതിഫലിക്കുന്ന ഐക്കണോഗ്രഫിയിലുമാണ് മിഷൻ എന്നതാണ് ഒരു മനസ്സിലാക്കൽ. എന്നാൽ അഭിവന്ദ്യ തിരുമേനിയുടെ ഈ പ്രയാണത്തിനിടയിൽ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ യാത്ര ചെയ്യുകയും മിഷൻ ദൗത്യ നിർവഹണത്തിൽ അങ്ങയുടെ വേര് പായിക്കുകയും ചെയ്തു. ഇത് ഓർത്തഡോക്സ് സഭയുടെ മിഷൻ ദർശനത്തിന് അനുകൂലമായി തന്നെയാണോ തിരുമേനി അതിനെ കാണുന്നത്? അതെ, ഓർത്തഡോക്സ് സഭയുടെ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ജംഗ്ഷനിലെല്ലാം മൈക്ക് വെച്ചുകൊണ്ട് സുവിശേഷം പറയുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയുടെ കാര്യം. ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദേറായിലെ 2 സന്യാസിമാർ സീനിയർ ജൂനിയറോട് പറഞ്ഞു, ഇന്ന് നമുക്ക് പട്ടണത്തിൽ പോയി ഒന്ന് വരാം, പോയി പ്രസംഗിക്കാമെന്നൊക്കെ പറഞ്ഞു. ഈ ജൂനിയർ കൂടെ പോയി. അവർ ആ ടൗണിൽ കൂടെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജൂനിയർ ചോദിച്ചു, നമ്മൾ പോയിട്ട് പ്രസംഗിച്ചൊന്നുമില്ലോ? ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതം തന്നെ മനുഷ്യൻ വാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതമാണ് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും കൊടുത്ത് ആളുകളെ സഭയിൽ ചേർക്കുക അങ്ങനെയുള്ളൊരു പരിപാടി ഓർത്തഡോക്സ് സഭയ്ക്കില്ല. അത് ഞാൻ നരേന്ദ്രമോദിയോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഇൻസെൻറ്റീവ് കൊടുത്തിട്ട് ഒരാളെ മതം മാറ്റുക എന്ന് പറയുന്നത് ഞങ്ങളുടെ രീതിയല്ല. ഒരാൾ ഇങ്ങോട്ട് ആഗ്രഹിച്ച് വന്നാൽ അവനെ 6 മാസം ഒബ്സർവേഷൻ നിർത്തും. ആ സമയത്ത് അവർക്ക് പറയുന്ന ഒരു കാറ്റക്യൂമെൻസ് ഇതാണ്, വിശ്വാസം പഠിക്കുന്ന ആളുകൾ. അവൻ പരിപൂർണ്ണ വിശ്വാസത്തോടെയാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യമായെങ്കിൽ മാത്രമേ ഒരാളെ സഭയിൽ ചേർക്കത്തുള്ളൂ. പിന്നെ ബാക്കി കേരളത്തിലായിരുന്ന സമയത്തൊക്കെ ചില ഈ ലവ് മാരേജ് മുഖേനൊക്കെ ചിലരൊക്കെ പോയി രജിസ്റ്റർ കല്യാണം കഴിച്ചിട്ട് പിന്നെ സഭയിൽ വരും. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ തീരുമാനം എന്ന് പറയും, ഞാൻ പറയും, നീ പോയി ഒരു അഫിഡവിറ്റ് സൈൻ ചെയ്ത് കൊണ്ടുപോകാം. അപ്പം നമ്മൾ സേഫാണ്. ഗവൺമെൻറ് ഒന്നും പറഞ്ഞില്ല. അവൻ തന്നെ എഴുതിയാണ്, ഞാനിങ്ങനെ ഞാൻ നിശ്ചയിച്ചാണ്, എൻ്റെ തീരുമാനപ്രകാരമാണ് ചെയ്തു പറഞ്ഞാൽ നമുക്കൊന്നുമില്ല. ഐ ഹാവ് ഡൺ മെനി കേസസ് ലൈക്ക് ദാറ്റ് ഇൻ നോർത്ത്. ഇപ്പോൾ ഒരു ആനുകാലികമായ വിഷയമാണല്ലോ പാരിസ്ഥിതിക പ്രശ്നം. അഭിവന്ദ്യ തിരുമേനി ഓതറ ദേറ അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ജീവിക്കുകയും അഭിവന്ദ്യ തിരുമേനിയുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്കിൾ കൊച്ചു തിരുമേനി, ചെങ്ങന്നൂരിൻ്റെ കൊച്ചു തിരുമേനി തുടങ്ങിയതാണ് ആ ദേറ. ആ ദേറായിൽ താമസിച്ച് അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് അവിടെ പച്ചക്കറികൾ, പശുവിനെ വളർത്തൽ, എല്ലാ കാര്യങ്ങളും അഭിവന്ദ്യ തിരുമേനി ചെയ്യുന്നുണ്ട്. അഭിവന്ദ്യ തിരുമേനിയുടെ പച്ചക്കറികൾ ഈ ഭദ്രാസനത്തിൻ്റെ മുൻപിലുള്ള കൗണ്ടറിൽ അത് രാവിലെ വിൽപ്പന ചെയ്യുന്നു. അഭിവന്ദ്യ തിരുമേനിക്ക് ഇന്നത്തെ പുതിയ നൂതന സഭകളുടെ അതുപോലെ തന്നെ പുതിയ സംഘടനകളുടെ പാരിസ്ഥിതിക കാഴ്ചപ്പാടിനുള്ള പ്രതികരണം എങ്ങനെയാണ്? പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുഖ്യ ചുമതലയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു മരം വെട്ടണമെന്നുണ്ടെങ്കിൽ വേറെ 5 മരങ്ങൾ നട്ടിട്ടേ ഞാൻ ഒരു മരത്തെ കോടായി വെക്കത്തുള്ളൂ. കാരണം ഇന്ന് പ്രകൃതിയിൽ കാണുന്ന വിഭവങ്ങൾ നമുക്ക് മാത്രമല്ല ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനും അവകാശപ്പെട്ടത്. നമുക്ക് തോന്നിയ പോലെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളതല്ല. ഇന്നത്തെ ഈ പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങളൊക്കെയും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാത്തതുകൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ബേസിക് തിങ്കിങ് ആണ്. അത് എല്ലാ സ്ഥലത്തും ഞാൻ ഗുജറാത്തിലെ വേപ്പിൻ്റെ അരി കൊണ്ടുവന്ന് ഇവിടെ കിളിപ്പിച്ച് ഇവിടെ സൗജന്യമായിട്ട് കൊടുക്കും. ഇവിടുത്തെ അതുപോലെ തന്നെ ഈ കണിക്കൊന്നയുടെ കുരു ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ധാരാളമൊക്കെ ഉണ്ടല്ലോ, സെൽഫ് സപ്പോർട്ടിങ് ആണ്. നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഉണ്ടാകണം.
ഞങ്ങളുണ്ടാക്കുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബെസ്റ്റിന് ആദ്യത്തേത് പള്ളിയിൽ കൊടുക്കും. ദ ഫസ്റ്റ് ആയിട്ട് പറിക്കുന്നത്. പിന്നെയുള്ളതെല്ലാം ഞങ്ങൾ വിൽക്കും. അതിവിടെ ഈ കൗണ്ടറിൽ കൊണ്ട് വിൽക്കാറുണ്ട്. മൂന്നാമത്തെ തേർഡ് ക്വാളിറ്റി മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. ഞങ്ങൾ അതിനകത്തൊന്ന് മാറ്റി വെക്കുമല്ലോ, അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതിവിടെ മാത്രമല്ല, ഗുജറാത്തിലെ എൻ്റെ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. എല്ലായിടത്തും എനിക്ക് കൃഷിയുണ്ട്. അതിൽ തേർഡ് ക്വാളിറ്റി ഓൺലി ഐ യൂസ്. ദി അതർ തിങ് ഐദർ ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഓർ സെൽ. അഭ്യുദയ തിരുമേനി ഈ കാലങ്ങളിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ, പ്രത്യേകിച്ച് തിരുമേനി ഈ ചെങ്ങന്നൂർ പ്രദേശത്തിൻ്റെ പിതാവ് എന്ന നിലയിൽ അങ്ങയുടെ വാക്കുകൾ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. അഭ്യുദയ തിരുമേനിയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ബന്ധത്തെക്കുറിച്ച് ഒന്ന് തിരുമേനി പങ്കുവയ്ക്കാം. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. പക്ഷേ അത് ബാലറ്റ് പേപ്പർ കൈ കിട്ടുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ബാക്കി എല്ലാവരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ്. ഐ കീപ് ഗുഡ് റിലേഷൻ വിത്ത് നരേന്ദ്രമോദി. ഒടുവിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞേക്കാം അറിവിന് വേണ്ടിയിട്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15-ാം തീയതി എൻ്റെ ഒരു സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഇന്നോഗ്രേഷന് ഗുജറാത്ത് ഗവർണറെ പോയി ഞങ്ങൾ ക്ഷണിച്ചു. OP കോഹ്ലി അദ്ദേഹം വരാൻ സമ്മതിച്ചു. ഒക്ടോബർ 24-ാം തീയതി അത് സംഭവം നടന്നു. ഞങ്ങൾ 15-ാം തീയതി തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ കാറിലാണ് പോയത് ഗാന്ധിനഗർ വരെ. പോയവരെല്ലാം അവരവരുടെ കാറെടുത്തുകൊണ്ട് പോയി. 10 മിനിറ്റ് കഴിഞ്ഞു എനിക്ക് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നൊരു കോള്. ചോദിച്ചു, ആർ യു ബിഷപ്പ് തോമസ്? ഞാൻ പറഞ്ഞു, യെസ്, I am Dr. Hiran Joshi, officer on special duty to Prime Minister. Prime Minister's 66th birthday is day after tomorrow. We have selected 100 prominent persons from the whole country from different walks of life. You are one among them. Send a birthday greetings message, not more than 150 words. It will be in the Prime Minister's website. ഞാൻ കുത്തിയിരുന്ന് എഴുതി. ആൾ തന്നെ താനെ ഒരു ഇമെയിൽ അഡ്രസ്സ് അയച്ചു തന്നു. അതിപ്പോൾ എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ പ്രൈം മിനിസ്റ്റേഴ്സ് വെബ്സൈറ്റ്. സോ ഐ ആം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവരുടെ ജനറൽ സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. ഐ മെയിൻറ്റെയിൻ വെരി ഗുഡ് റിലേഷൻ, വെരി ഗുഡ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് ദേവലോകത്തിൽ ഞങ്ങളുടെ ബാബാതിരുമേനി ക്ഷണിച്ചു. അദ്ദേഹത്തിന് പോകാൻ പ്രയാസമായിട്ട് ദിലീപ് ബാബ പലരോട് ചോദിച്ചു, ആർക്കെങ്കിലും പോയി ഒരു സമ്മാനം കൊടുക്കാൻ. ആർക്കും വയ്യ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അറിഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. ഞാനുടനെ ഈ സ്വർണ്ണക്കള്ളയാരോട് പറഞ്ഞിട്ട് ഒരു പവൻ്റെ ഒരു മോതിരം ഉണ്ടാക്കിക്കൊണ്ട് പോവാം. ബാബായുടെ ഒരു വിസിറ്റിംഗ് കാർഡ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്ത് പതിച്ച് ഞാൻ പോക്കലിട്ട് ഞാൻ നേരെ ചെന്നു. കനകക്കുന്ന് കൊട്ടാരത്തിലാണ് റിസപ്ഷൻ. ഞാൻ ചെല്ലുന്ന അറിഞ്ഞുകൊണ്ട് ഇയാളുടെ 2 മക്കളുണ്ട് വന്നാണ് എൻ്റെ ഡോറ് തുറന്ന് എന്നെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി. ചെന്നപ്പോൾ VIP-കളുടെ ഭയങ്കര ഒരു നിര. ആകെ കൂടി ഒരു മെത്രാച്ചനുള്ളത് ഞാനും. ഞാൻ ഓടി കിടന്ന് എല്ലാവരോടും ഹലോ ഹലോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ കുടുംബാണി നിർത്തുന്നുണ്ട്. ഞാനിതെടുത്തിട്ട് ഈ മകന് കൈ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബാബാതിരുമേനി തന്നയച്ച ഒരു ചെറിയ സമ്മാനമാണ്. കൊടുത്തു വെച്ചിട്ട് എൻ്റെ 2 കൈയും വെച്ച് ഞാൻ അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ തള്ള തൊട്ട് പുറക്കും. അവർ സാരി എടുത്ത് കണ്ണു തുടങ്ങിയത് ഞാൻ കണ്ടു. ഉമ്മൻചാണ്ടി ഈസ് ഗുഡ് ഫ്രണ്ട്. വേണ്ട പുള്ളി ആദ്യം ഇപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഇറക്കി വിട്ടത് ഞാനാണ്. സോ ഐ മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് എവരി വൺ. പക്ഷേ ബാലറ്റ് പേപ്പർ എൻ്റെ കൈ കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്താണോ അതനുസരിച്ച് ഞാൻ വോട്ട് ചെയ്യും. അത് മറ്റുള്ളവരോട്ട് അറിയത്തുമില്ല. അതാണ് എൻ്റെ പോളിസി. അഭ്യുദയ തിരുമേനിയുടെ വളരെ തിരക്കുകൾക്കിടയിൽ ഇപ്രകാരം സമയം തന്ന് ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ച് ഞങ്ങളെ മാനിച്ച അഭ്യുദയ തിരുമേനിയോട് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് 1000 നന്ദിയും സ്നേഹവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു.